ഭരണഘടന സംബന്ധിച്ച് ചർച്ചകൾ ഇരു സഭകളിലും പൂർത്തിയായതിനു പിന്നാലെ പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാകാൻ സാധ്യതയുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടുന്ന പ്രമേയം കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കാൻ സാധ്യത. ബൽറാം നെടുങ്ങാടി വീണ്ടും ഡൽഹിയിൽ നിന്ന് ചേരുകയാണ് ഇതിൻ്റെ വിശദാംശങ്ങളുമായി. ബൽറാം, പറയൂ, ഇന്ന് എന്തായാലും JPC-ക്ക് ഈ ബില്ല് വിടും എന്ന് തന്നെയാണല്ലോ സൂചന. വിവരങ്ങൾ എന്തൊക്കെയാണ്? SKN ഇന്നലെ വാശിയേറിയ വാദപ്രതിവാദങ്ങളാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ലോക്സഭയിൽ നടന്നത്. ഹ്രസ്വ ചർച്ചയാണ് നടന്നത് എങ്കിൽ പോലും പ്രതിപക്ഷത്തെ ഇന്ത്യ സഖ്യത്തിലെ ഭൂരിഭാഗം പാർട്ടികളുടെ നേതാക്കൾ ഇതിൽ പങ്കെടുക്കുകയും ബില്ല് അവതരണത്തെ തന്നെ എതിർക്കുകയും ചെയ്തു. തുടർന്നാണ് ചരിത്രപരമായ ബില്ല് അവതരണത്തിനായി വോട്ടിനിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് ആദ്യമായി പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ വോട്ടെടുപ്പ് നടത്തിയെന്ന പ്രത്യേകതയും ഇന്നലെ ഉണ്ടായി. തുടർന്ന് ഈ ബില്ല് അവതരിപ്പിക്കാൻ അനുമതി ലഭിച്ചു. JPC-ക്ക് വിടാനുള്ള കാര്യം ചർച്ചകൾക്കിടെ തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷായും നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും വ്യക്തമാക്കിയതാണ്. ഇന്നലെ ബില്ല് അവതരിപ്പിച്ചെങ്കിൽ പോലും JPC-ക്ക് വിട്ടുകൊണ്ടുള്ള ഔപചാരികമായ പ്രമേയം അവതരിപ്പിച്ച് പാസ്സാക്കിയിട്ടില്ല. ആ പ്രമേയം ഇന്ന് ഉണ്ടാകുമെന്നാണ് ലഭ്യമാകുന്ന സൂചന. ഒപ്പം തന്നെ JPC-യിലെ അംഗങ്ങൾ സംബന്ധിച്ച് ഒരു ഏകദേശ ധാരണയുമായിട്ടുണ്ട്. 31 അംഗങ്ങൾ, അതിൽ BJP-യുടെ മുതിർന്ന അംഗങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകും. 3 മാസത്തെ കാലാവധിയായിരിക്കും JPC-ക്ക് ഉണ്ടാകുക. ആവശ്യമെങ്കിൽ കാലാവധി നീട്ടി നൽകാം എന്ന ഒരു തീരുമാനത്തിലാണ് നിലവിലിപ്പോൾ സർക്കാർ ഉള്ളത്. അതേസമയം കഴിഞ്ഞ ദിവസമാണ് രാജ്യസഭയിൽ ഭരണഘടന സംബന്ധിച്ച ചർച്ചകൾ പൂർത്തിയായത്. ആ ചർച്ചകളുടെ തുടർ ചർച്ചകൾ, പ്രതിഷേധങ്ങൾ എന്നിവ ഇന്ന് പാർലമെന്റിൽ ഉണ്ടാകും എന്നുള്ള സൂചനയാണ് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാഹുൽ ഗാന്ധിയെ കടന്നാക്രമിച്ചിരുന്നു. കൂടാതെ അംബേദ്കറിനെ കുറിച്ച് നടത്തിയ പരാമർശം വിവാദമാക്കി ഉയർത്തിക്കൊണ്ടുവരികയാണ് പ്രതിപക്ഷം. അംബേദ്കർ എന്ന മുദ്രാവാക്യം മുഴക്കുന്നത് അടുത്തിടെ ഒരു ഫാഷനാണ് എന്നും അത്തരത്തിൽ ഭഗവാന്റെ നാമം ഉച്ചരിക്കുകയാണെങ്കിൽ അവർ സ്വർഗത്തിൽ പോകും എന്നുമാണ് അമിത്ഷാ പ്രതിപക്ഷത്തെ വിമർശിച്ചത്. ഇത് ഒരു വിവാദമാക്കി ഉയർത്തിക്കൊണ്ടുവരിക, സഭയിൽ ഉന്നയിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ തന്ത്രം എന്നുള്ളത്. ഇന്ന് ഈ വിഷയങ്ങളെല്ലാം തന്നെ പാർലമെന്റിന്റെ ഇരു സഭകളിലും ഉയർന്നു വരും എന്ന് തന്നെയാണ് പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും ലഭ്യമാകുന്ന സൂചന. SKN. ഓക്കെ, ഡൽഹിയിലെ കാലാവസ്ഥ എങ്ങനെയുണ്ട് ബൽറാം? അതുപോലെ പരിസ്ഥിതി എങ്ങനെയാണ്? മാത്രമല്ല ഈ അന്തരീക്ഷ മലിനീകരണം അതിൻ്റെ തീവ്രത കൂട്ടിക്കൊണ്ടിരിക്കുക, വായു ഗുണനിലവാര നിരക്കൊക്കെ എങ്ങനെയാണ്? അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമോ ജീവിതത്തോടെ? SKN, ഡൽഹിയിൽ ഈ കടുത്ത നിയന്ത്രണങ്ങൾ GRIP 4 നടപ്പാക്കിയതിന് പിന്നാലെ അന്തരീക്ഷ മലിനീകരണം ആശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ വീണ്ടും കടുത്തിരിക്കുകയാണ്. കടുത്ത തണുപ്പും ഉണ്ട്. ഇപ്പോൾ അന്തരീക്ഷ മലിനീകരണം 427 ഇന്നത്തെ ഏറ്റവും ഒടുവിലത്തെ രേഖപ്പെടുത്തിയിരിക്കുന്ന നിരക്ക് എന്നുള്ളത്. കൂടാതെ കടുത്ത തണുപ്പ്, അത് താപനില 4 ഡിഗ്രിയിലേക്ക് എത്തിയിരിക്കുന്നു. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുന്നതിനേക്കാൾ കൂടുതൽ തണുപ്പ് ഓരോ ദിവസവും അനുഭവപ്പെടുന്നു എന്നുള്ളതാണ് സമീപകാലത്ത് കണ്ടുവരുന്ന സാഹചര്യം. ഈ തണുപ്പ് അടുത്ത ആഴ്ചയിലേക്ക് കൂടുതൽ കടുക്കുമെന്ന മുന്നറിയിപ്പും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നുണ്ട്. SKN. ഓക്കെ, താങ്ക് യു.